അറിയാതിടങ്ങളിലൂടെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് അന്നൂരിലുള്ള മർമ്മ ചികിത്സാ വിദഗ്ധനും കളരി ഗുരുക്കളുമായ ശ്രീകുമാറിനെയാണ്. നമസ്കാരം ശ്രീകുമാറെ. നമസ്കാരം. ശ്രീകുമാർ ഈ മേഖലയിലേക്ക് എത്തിപ്പെടാനുണ്ടായ സാഹചര്യം എന്താണ്? ഈ സാഹചര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ തറവാട്ടിൽ എൻ്റെ അമ്മാവനാണ് ഗുരുക്കൾ. അമ്മാവൻ്റെ ശിക്ഷണത്തിലാണ് ഞാൻ വളർന്നതും പഠിച്ചതും പിന്നെ മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തത്. പിന്നെ ഏകദേശം ഒരു 5 വയസ്സിന് തുടങ്ങിയിട്ട് കളരി പഠിക്കാനും മറ്റു കാര്യങ്ങളും എല്ലാം ഗുരുക്കളുടെ അടുത്താണ് പഠിച്ചത്. ഗുരുക്കൾ പറയുന്നത് എൻ്റെ അമ്മാവൻ തന്നെ അങ്ങനെ പഠിച്ചു വന്നതാണ്. എൻ്റെ അമ്മാവൻ പി നാരായണ ഗുരുക്കളാണ്. അപ്പം നിലവിൽ ഇല്ല, അലകരണപ്പെട്ടു. അതിനുശേഷം ചെറുതായിട്ട് ഇവിടെ ഞാനിങ്ങനെ വന്നവരെ ചികിത്സിച്ചിട്ട് കുറച്ച് ഇതായിട്ട് ആക്കും. ഇപ്പോൾ ഒരു ഉളുക്കോ ചതവോ വന്നാൽ നമ്മൾ ആദ്യം പോകുന്നത് ആയുർവേദത്തിലല്ലേ? ആയുർവേദവും അലോപ്പതിയുമായാൽ ഏതാണ് നല്ലത്? അങ്ങനെ പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഏറ്റവും നല്ലോണം വന്നു കഴിഞ്ഞാൽ നല്ല പരിക്ക്, ഏറ്റവും വലിയ പരിക്ക് വന്നു കഴിഞ്ഞാൽ അത് അലോപ്പതി തന്നെയാണ് എൻ്റെ മാത്രം ഒരു അഭിപ്രായമാണ്. ബാക്കി ഉളുക്ക് ചതവ് മറ്റുള്ള കാര്യമില്ലാതെങ്കിൽ ആയുർവേദമാണ് ഏറ്റവും നല്ലത്. കാരണം എന്ന് പറഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് കെട്ടി എല്ലാം ചെയ്ത് അല്ലെങ്കിൽ മരുന്ന് വെച്ച് അല്ലെങ്കിൽ ഉള്ളിലേക്ക് മരുന്ന് കൊടുത്ത് എല്ലാം ക്ലിയറാക്കാൻ പറ്റും. അതിലും കൂടുതലായിട്ട് നമുക്ക് എല്ല് പൊട്ടി പിന്നെ പുറത്തേക്ക് എല്ലാം വന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും നല്ലത് അലോപ്പതി തന്നെ. അതിൽ ഇതില്ല. ബാക്കിയില്ല നടുവേദന മറ്റുള്ള കാര്യം എല്ലാ കാര്യത്തിനും ഏറ്റവും നല്ലത് ആയുർവേദമാണ്. അത് കളരി മർമ്മ ചികിത്സയിലാണ് ഏറ്റവും കൂടുതൽ നടുവേദന കാര്യങ്ങളും മറ്റും നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റിയത്. ബാക്കി ഇല്ല അതുപോലെയല്ല. നമുക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് എന്നാലും നമ്മൾ കളരി മർമ്മ ചികിത്സയിലാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. അതും എനിക്ക് തോന്നുന്നു എന്നെ പഠിപ്പിച്ച എൻ്റെ അമ്മാവൻ ഗുരുക്കൾ അവരെ ഒരു ശീലം കൊണ്ട് മാത്രമാണ് നമ്മളങ്ങനെ ആയിത്തീർന്നത്. പക്ഷേ അതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല. എന്നാൽ ഇപ്പോൾ സമയം കിട്ടാറില്ല, എന്നാലും ഒരു ബിസിനസ് എന്നുള്ള കണ്ടീഷനിലൊന്നും ഈ ചികിത്സ മുന്നോട്ട് കൊണ്ടുവന്നില്ല. നമ്മൾ വന്നു കഴിഞ്ഞാൽ ചെയ്യാന്നല്ലാണ്ട്. പക്ഷേ നമ്മൾ അമ്മാവനില്ലാത്തത് ഭയങ്കര ഒരു വേദനയാണ്. എന്തെങ്കിലും നമുക്കൊരു ധൈര്യം, ഏറ്റവും വലിയ ധൈര്യം. എന്നാലും ശ്രീകുമാർ ഇത് കൂടാണ്ട് വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? ഞാനിപ്പം ചെയ്യുന്നത് കോപ്പറേറ്റീവ് റൂറൽ ബാങ്കിൽ ഒരു ജീവനക്കാരനാണ്. ഒരു 13 കൊല്ലമായിട്ട്. അപ്പം അതിൻ്റെ ഗ്യാപ്പ് നോക്കിയിട്ട് ഇപ്പം നമുക്ക് ചികിത്സാ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു വലിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഒരാൾ വരുന്നുണ്ടെങ്കിൽ നമ്മളൊരു സമയം പറയുന്നു, അവർക്കൊരു പരിക്ക് പറ്റിയ സമയത്ത് അവർ പിന്നെ അതിൻ്റെ പകുതിക്കാണെങ്കിൽ നമുക്ക് ഒരിക്കലും അത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയില്ല. അത് നമ്മളെ ബാധിക്കുന്നുണ്ട്. അപ്പം ഇപ്പം കർക്കിടകമല്ലേ, ഒരുപാട് ആൾക്കാർ തടാൻ വരുന്നു. ഇപ്പം കർക്കിടകത്തിൽ ഇപ്പോൾ ഏകദേശം പിന്നെ രാവിലെ ഒരു 8 പേരുണ്ട്, വൈകിട്ട് ഇപ്പോൾ ഒരു 2-3 പേര് വരാൻ. പിന്നെ കാല് പൊളിഞ്ഞതും കൈ പൊളിഞ്ഞതുമായ ഇങ്ങനെയുള്ള കുറേ പേഷ്യൻ്റ് വരും. അപ്പം നമ്മളൊരു ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടല്ല ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ബോർഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യത്തൊന്നും ചെയ്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ CS കളരി സംഘം അല്ലെങ്കിൽ പി നാരായണ ഗുരുക്കളെ മരുമോനാണെങ്കിലും ആ ഒരു ഓർമ്മ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് ബോർഡൊന്നും വെക്കാതെ നമ്മുടെ ചികിത്സ ചെയ്യും. അല്ലാണ്ട് ഇതിനൊരു മാർക്കറ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ടൊന്നും ചെയ്യും. അപ്പം ഈ മർമ്മ ചികിത്സയിൽ എത്ര വർഷമായി പ്രവർത്തിച്ചു വരുന്നു? ഞാനിപ്പോൾ എനിക്കിപ്പം 49 വയസ്സായി. ശരിക്കും പറഞ്ഞാൽ ഞാൻ കളരി വിദ്യാഭ്യാസം തുടങ്ങുന്നത് 5ാമത്തെ വയസ്സിലാണ്. ചികിത്സ തുടങ്ങുന്നത് ഗുരുക്കളെ കൂടെ ചികിത്സ തുടങ്ങുന്നത് ഞാനൊരു 10ാം ക്ലാസ് 15 വയസ്സ്. അന്നേരം തന്നെ ഞാൻ ഈ കാര്യങ്ങൾ ചെയ്തു. പക്ഷെ അന്ന് പിന്നെ ഒരുപാട് അമ്മാവൻ മരിക്കുന്നതിന് കുറച്ച് കാലം മുമ്പേ വരെ കളരിയിലാണ് നമ്മൾ എല്ലാം ചെയ്യൽ. അന്ന് കുഴിച്ചലായാലും ഏത് കാര്യമായാലും അമ്മാവനുണ്ടാവും, അല്ലെങ്കിൽ കുഴമ്പാക്കുന്ന കാര്യമായിക്കോട്ടെ മരുന്നാക്കുന്ന കാര്യമായാലും. അതിനുശേഷം നമ്മൾ ഓരോ അണുകുടുംബം ഇല്ല കണ്ടീഷനിൽ അങ്ങോട്ടും മാറി. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ നമുക്ക് കൂടുതലായിട്ട് പിന്നെ അമ്മാവനെ ആശ്രയിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അപ്പം നമുക്കറിയുന്ന കാര്യങ്ങൾ വന്നാൽ ചെയ്തു കൊടുക്കുന്നല്ലാതെ നമ്മൾ അതിന് വേണ്ടിയിട്ട് തന്നെ ഒരു ചിലവഴിക്കാനുള്ളൊരു സമയം കിട്ടാത്തൊരവസ്ഥ വന്നു. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് ഇവിടെ ചികിത്സ ചെയ്യുന്നു. ഇവിടെ എല്ലാം ഉണ്ടായത് ഇതിൻ്റെ ബാക്കിലാണ് ഉണ്ടായത്. ഇപ്പോൾ ഞാൻ റൂമും കാര്യങ്ങളെല്ലാം ആക്കി പിന്നെ വരുന്നവരെ ബുദ്ധിമുട്ടിക്കാണ്ടിനോട് ചെയ്യാനും അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണാതിരിക്കാനും വേണ്ടിയിട്ട് ചെയ്യും. അല്ലെങ്കിൽ വേണ്ട അമ്മാവൻ ചെയ്യുന്നതുപോലെ തന്നെ നമുക്ക് ആരെയും പേടിയില്ലാണ്ടാക്കിയാൽ തന്നെ അമ്മാവനാണ് ഈ ചികിത്സാ രംഗത്ത്. ഒരു ഏത് കേസ് വന്നാലും നമുക്കത് ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു പിന്നെ ധൈര്യം തന്നതിന് ഗുരുക്കൾ തന്നെയാണ്. അതിപ്പോൾ ഈ മർമ്മ ചികിത്സ കൂടാണ്ട് കളരി പ്രദർശനങ്ങളോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഇപ്പം കളരി പ്രദർശനമൊന്നുമില്ല.
മുമ്പ് കളരി പ്രദർശനം ഒരുപാട് ചെയ്തായിരുന്നു. കളരി, ഈ വീടിൻ്റെ അടുത്ത് തന്നെ കളരി ഉണ്ടായിരുന്നു. കോൽക്കളി കാര്യങ്ങളും എല്ലാം പഠിപ്പിച്ചായിരുന്നു. അങ്ങനെ ഒരുപാട് കോൽക്കളി പഠിപ്പിച്ചിട്ട് നമ്മൾ അരങ്ങത്തെത്തിച്ചിട്ടുമുണ്ട്. വനിതാ കോൽക്കളി എല്ലാ കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ സ്ഥലത്തിൻ്റെ ഒരു പരിമിതി കുറവും പിന്നെ സമയത്തിൻ്റെ പരിമിതിയുണ്ട്. കളരി പഠിപ്പിക്കുന്നതിൽ പിന്നോട്ട് പോയിട്ടായില്ല. ഇനി തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഇപ്പം ഒരു പിന്നെ നടക്കാൻ കഴിയാത്ത ഒരു ചങ്ങയെ നിങ്ങളൊക്കെ തടുന്നുണ്ട്. അവൻ പറഞ്ഞു 6 വർഷമായി തടന്ന് അതിൽ ഒരുപാട് മാറ്റമുണ്ട്. അപ്പോൾ അവൻ്റെ ചികിത്സയെ പറ്റിയിട്ട് എന്താ പറയാനല്ലേ? അത് ഞാൻ പറഞ്ഞല്ലോ, അത് അന്നേരം ഞാൻ കളരിയിലാണ് ചികിത്സിക്കുക തടന്നുണ്ടായത്. അന്നേരം ഗുരുക്കൾ പിന്നെ ഒരു പെട്ടെന്ന് പിന്നെ ഈ കക്ഷി നിങ്ങൾ കണ്ടിരുന്നോ എനിക്കറിയില്ല, ഈ കക്ഷി ശരിക്കും നിലത്ത് കൈകുത്തിയിട്ടാണ് വരുന്നത്. നിലത്ത് കൈകുത്തിക്കൊണ്ട് ഇങ്ങനെ വരണോണ്ട് ഞാൻ അതിൻ്റെ അകത്തുനിന്ന് ഗുരുക്കൾ പറഞ്ഞു ഒരാളെയും കൂടെ തടയാണ്ട് പറയുന്നത് ഇങ്ങനെ ഒരു വിഷയം പറഞ്ഞു. പിന്നെ ഇവനൊന്ന് തടി കൊടുക്കും. അപ്പം ഞാൻ ആ കൺഫ്യൂഷൻ, ഇതെങ്ങനെ തടയാം, ഒരു ശാരീരികമായിട്ടും ഒന്നും എങ്ങനെയാന്ന് വിളിച്ചാൽ ചെയ്യാന്നില്ല ഒരു ഇതുമില്ല. അപ്പം അമ്മ പറഞ്ഞു അങ്ങനെ ചെയ്യുക. ഞാനങ്ങ് ചെയ്തു. ഞാൻ ചെയ്തു മാത്രമല്ല, ആ കുഞ്ഞി ഏറ്റവും വലിയ കഴിവ് പറഞ്ഞാൽ ആ കുഞ്ഞിക്ക് പിന്നെ നേരെ ആവണമെന്നില്ലേ ഭയങ്കരമായിട്ടുള്ളൊരു ഓനൊരു ഇത്. അപ്പോൾ ആ കുഞ്ഞെന്നെ പറയും പിന്നെ ഞാൻ കരയും, എന്നെ ഒഴിവാക്കുകയെല്ലാം പറയും. പക്ഷെ ഒരിക്കലും ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടിട്ട് ചെയ്യാണ്ടിരിക്കാനും പാടില്ല. കുറച്ച് വേദന എല്ലാം വരുന്നതാണ്. അങ്ങനെ അവൻ ഈ 6 വർഷം ചെയ്തിട്ട് അന്ന് അവൻ ഇന്ന് വന്ന ചങ്ങായി ഇന്ന് അവനൊരു ഷോപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓൻ ഇന്ന് എൻ്റെ വീട്ടിൽ തടാൻ വരുന്നത് ഒരു ബൈക്ക് എടുത്തിട്ടാണ്. അത് ഏറ്റവും വലിയ നമ്മളത് മനസ്സിന് ഏറ്റവും വലിയ ഗുണവും ആ കക്ഷിക്ക് ഇന്നും നമ്മളോട് ഏറ്റവും വലിയ ബന്ധു അങ്ങനെയാണ് ഉണ്ടാവും. ഓനിന്ന് നടക്കാൻ പറ്റുന്നുണ്ട്, പിന്നെ അത്യാവശ്യം നടക്കാൻ പറ്റുന്നുണ്ട്. ഓനിപ്പം വണ്ടി എടുത്തിട്ട് ഒന്നും വരാൻ പറ്റില്ല, നടക്കാനും പറ്റില്ല. ഇപ്പം ഇതുവരെ തടിയിൽ ഏറ്റവും അനുഭവം ഇതാണോ? മറക്കാൻ പറ്റാത്ത ഏറ്റവും വലിയ അനുഭവം മാത്രമല്ല, ആ പേഷ്യൻ്റ് നമ്മളോടുള്ള ആ ഈ ചെയ്തു കൊടുത്തതിൻ്റെ ഒരു നന്ദി പറഞ്ഞാൽ ആ ഒരു ഇതാണ്. പക്ഷെ ഒരുപാട് ആളെ അമ്മാവനലിൻ്റെ സമയത്ത് നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളതൊന്നും ഇങ്ങനൊരു നമുക്കൊരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു പടി ആളാക്കി അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് സത്യം അതന്നെ പറഞ്ഞത് ഗുരുക്കളിൻ്റെ ആ ഒരു പിന്നെ ഗുരുക്കള് ധൈര്യം നമുക്ക് തന്നു, നമ്മളത് ചെയ്തു. അല്ലാണ്ട് നമ്മളത് ഇന്ന ചെയ്തു എന്ന് പറഞ്ഞിട്ടൊന്നും നമ്മളൊന്നും ചെയ്യുന്നില്ല. പക്ഷെ നമുക്കാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. അതാണ് നമ്മൾ ഏറ്റവും വലിയ. അതിൽ ഈ കുഞ്ഞി എല്ലാ വർഷവും വരും. ഇപ്പം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കേട്ടാ എനിക്കിങ്ങനെ കുറച്ചും കൂടെ മാറ്റം വരണം. ഞാൻ ആയിക്കോട്ടെ നോക്കാം, അത്രയും നമുക്ക് പറയാൻ കഴിയില്ല പോകണേ. അതൊക്കെ നമ്മളത് ഉപയോഗിക്കും. പക്ഷെ ഇതെല്ലാം നമുക്ക് കിട്ടിയത് വേറെ ഇടുന്നല്ല, ഗുരുക്കളെ ആ ഒരു ധൈര്യത്തിൽ തന്നെയാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. ശ്രീകുമാറിൻ്റെ ഫാമിലിയെ പറ്റി ഒന്ന് പറയുമോ? എൻ്റെ ഫാമിലി എന്ന് പറയുമ്പോൾ ഇപ്പം എൻ്റെ ഈ വീട്ടിൽ നിൽക്കുന്നത് എൻ്റെ ഭാര്യ സൗമ്യ, പിന്നെ എൻ്റെ മോൻ ആരോമൽ, എൻ്റെ മകള് ആരാധ്യ. ഇത്ര പേരാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ മറ്റുള്ളവരെല്ലാം പിന്നെ ഇതായതല്ലാണ്ട് നമ്മളെ ഈ കുടുംബത്തിൽ ഇത്ര അംഗങ്ങളുള്ളൂ. ആ അംഗങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ പോകുന്നു. എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇപ്പോൾ കുറച്ച് കാലമായിട്ട് എൻ്റെ കൂടെ എന്നെ സഹായിക്കുന്ന എൻ്റെ ഭാര്യയും എൻ്റെ മൂത്ത മോനുമാണ്. എൻ്റെ ഭാര്യ ഇപ്പം പിന്നെ ഇവിടെ വരുന്ന പെണ്ണുങ്ങളെ തടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒരു സപ്പോർട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു സപ്പോർട്ടിൽ വളരെ സന്തോഷവാനാണ്. നിനക്ക് കാലിന് എന്ത് പറ്റിയതാണ്? കാലിന് ചെറുപ്പത്തിലെ ജനനത്തിലേ ഉള്ളത്, ചെറിയ മുതലേ ഇല്ല അല്ലേ? അന്നേരം നടക്കാനേ പറ്റുന്നുണ്ടായില്ല. അന്നേരം എന്തെല്ലോ ചികിത്സ ചെയ്ത് നടക്കുന്നുണ്ടായി. കാല് വലിച്ച് നടക്കും. ഇപ്പം ഈടെ തടാൻ വന്നതിന് ശേഷം എന്തെല്ലാം മാറ്റൂല്? കാലെടുത്ത് വെച്ച് നടക്കും. പിന്നെ അതേപോലെ അങ്ങനെ എടുത്ത് വെച്ച് നടക്കും. അതേപോലെ കാലിങ്ങനെ ഇങ്ങനെ കാലുണ്ട് എന്ന് മനസ്സിലാകാൻ തുടങ്ങി. തൊട്ടാൽ വേദനയിൽ അറിയാൻ തുടങ്ങി. പിന്നെ ഇങ്ങനെ ഒരു എല്ലാം അനങ്ങാൻ തുടങ്ങി. നല്ല വീതിയിൽ വന്നു. ഒരുപാട് കാര്യങ്ങൾ. ഇത് എത്ര വർഷമായി ഇടത്തടന്ന്? ഒരു 2010 മുതലേ ഉണ്ടാവും. 6 കൊല്ലത്തോളം അല്ലേ? എന്ന് നീ എന്ത് ജോലി ചെയ്യുന്നത്? ഞാൻ ഒരു ചെരുപ്പാടിയിലാണ്. ചെരുപ്പാടിയില്ല. എൻ്റെ പേരെന്താണ്? ശ്രീജിത്ത് അല്ലേ? അന്നൂരിൽ കളരിമർമ്മ ചികിത്സാ രംഗത്ത് വർഷങ്ങളായി വിദഗ്ധ ചികിത്സ നൽകുന്ന കളരി ഗുരുവാണ് VP ശ്രീകുമാർ. 1978 ഏപ്രിൽ 10 KV രാമൻ മാഷിന്റെയും VP ജാനകി അമ്മയുടെയും മകനായാണ് ശ്രീകുമാറിന്റെ ജനനം.
5 വയസ്സ് മുതൽ തന്നെ കളരി പരിശീലനം ആരംഭിച്ച ശ്രീകുമാർ പഠനത്തോടൊപ്പം കളരി പരിശീലനവും തുടർന്നു വന്നു. 2011 ബാങ്കിൽ ജോലി ലഭിച്ചെങ്കിലും മർമ്മ ചികിത്സയും കളരിയും കൈവിടാൻ തയ്യാറല്ലായിരുന്നു. കർക്കിടക മാസത്തിൽ ശരീര ചികിത്സയ്ക്കായി ശ്രീകുമാറിനെ തേടിയെത്തുന്നവർ നിരവധിയാണ്. അന്നൂരിലെ വീട്ടിൽ തന്നെയാണ് മർമ്മ ചികിത്സ നടത്തുന്നത്. ഭാര്യ സൗമ്യയും മക്കളായ ആരോമലും ആരാധ്യയും എല്ലാവിധ പിന്തുണയും സഹായവുമായി ശ്രീകുമാറിനൊപ്പം തന്നെയുണ്ട്.